ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. അതായത് എന്താണെങ്കിലും അലീനയ്ക്ക് ഇങ്ങനെ അപകടമൊക്കെ സംഭവിച്ചു. പക്ഷേ അലീനയ്ക്ക് ബോധം വരുമോ, ഇനിയിപ്പോൾ അത് അലീന എല്ലാവരോടും പറയുമോ, രോഹിത്തും ഹരിയും ശിക്ഷിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. കാരണം അലീനയ്ക്ക് അറിയാം തൻ്റെ സഹോദരനാണ് ഇതിനൊക്കെ പുറകിൽ എന്നുള്ളത്. രോഹിത്താണല്ലോ. പക്ഷെ അപ്പോൾ രോഹിത്തിനെ ശിക്ഷിക്കാൻ അലീന ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അവനറിയാതെ പറ്റിയ ഒരു അബദ്ധമായി കണക്കാക്കും. പക്ഷേ ഹരി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ദേഷ്യം, ഹരിയോടുള്ള ദേഷ്യമൊക്കെ അലീനയുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അലീന ഒരിക്കലും തൽക്കാലം ഇത് തുറന്ന് പറയാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഹരിയും രോഹിതും ആകെ ടെൻഷനിലാണ്. ഇതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. ഇതിനൊക്കെ കൂട്ടുനിന്ന് പോയല്ലോ എന്നുള്ള പേടിയും കുറ്റബോധവും ഒക്കെ രോഹിത്തിൻ്റെ മനസ്സിലും ഉണ്ട്. അങ്ങനെ എന്താണെങ്കിലും അലീന ഇഞ്ചേർഡ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തേക്കാണ്. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനെ വിളിച്ചറിയിക്കുന്നത് ഡോക്ടർ ശർമ്മയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. റിങ്കുവാണ് രക്ഷപ്പെടാനൊക്കെ സഹായിക്കുന്നത്. അതുപോലെ മനുവിനെ വിളിച്ച് പറയുന്നുണ്ട് ബാലചന്ദ്രൻ, മോനെ അലീനയ്ക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് പറയുകയും മനു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കും തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം വീട്ടിലെത്തുന്ന വൈജയന്തി ഇതൊക്കെ കണ്ട് ആകെ ഷോക്കാവുന്നുണ്ട്. അമ്മയോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ പറഞ്ഞു ആരോ വീട്ടിൽ കയറി അലീനയെ കുത്തി എന്നാണ് ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവളോട് ആർക്കാണ് ഇത്രയ്ക്ക് ശത്രുത എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി ആകെ സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, നമുക്കറിയില്ലല്ലോ അവളുടെ പാസ്റ്റ് ഒന്നും, അവൾ എങ്ങനെ ജീവിച്ചതാണ് എന്നൊന്നും നമുക്കറിയില്ല. എന്തെങ്കിലും ശത്രുതയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. വാതിൽ തല്ലിപ്പൊളിച്ചോ അല്ലെങ്കിൽ വാതിലിൻ്റെ ലോക്ക് പൊട്ടിച്ചോ ഒന്നുമല്ല ആരും അകത്ത് കയറിയേക്കുന്നത്. ഡോറ് ലോക്ക് ചെയ്യാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ ഡോക്ടർ ശർമ്മയ്ക്കൊക്കെ അകത്തേക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും, അവളെ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും. ഇവിടെ ആരുമില്ലല്ലോ, അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കല്ലേ, അപ്പോൾ അവൾ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് വൈജയന്തി സംസാരിക്കുന്നത് കേട്ടോ. അതൊക്കെ മുത്തശ്ശി നേരെ എതിർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, അവളെക്കുറിച്ച് നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. അമ്മയ്ക്ക് എന്തറിയാം, അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ലല്ലോ, ഞാൻ ഈ ലോകം കുറേ കണ്ടതാണ്, അമ്മ കണ്ടതുപോലെ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ, നീ കണ്ട ലോകം അത്രയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ സംസാരിക്കാൻ വേണ്ട എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി കേട്ടോ. ആ സമയത്തും ഈ അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇനി ഇതൊക്കെ തലയിലേറ്റിക്കൊണ്ട് നമ്മൾ നടക്കണമല്ലോ, ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമല്ലോ എന്നോർത്താണ് എൻ്റെ ടെൻഷൻ എന്ന് പറയാണ് വൈജയന്തി കേട്ടോ. നീ ഇത്രയ്ക്ക് മനസ്സാക്ഷി ഇല്ലാത്തവളാണോ? ഒരു പെൺകുട്ടി കുത്തേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നീ ഈ രീതിയിലാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എനിക്ക് അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. അവൾ എൻ്റെ ആരും ഒന്നുമില്ലല്ലോ, എൻ്റെ മകളാണോ? അല്ലല്ലോ, ഈ വീട്ടിലൊരു വേലക്കാരി മാത്രമല്ലേ എന്ന് ചോദിക്കുകയാണ് വൈജ. വീട്ടിലെ ജോലിക്കാരി തന്നെയാണ്, പക്ഷേ എന്നാലും ഒരു മാനുഷിക പരിഗണനയില്ലേ. ഇത്രയും നാളും അവളല്ലേ നിനക്ക് ഉണ്ണാനും ഒക്കെ ഉണ്ടാക്കി തന്നത്. അതുപോലെ ഈ വീട് മൊത്തം ക്ലീൻ ചെയ്തും വീട് നോക്കിയും കൊണ്ട് നടന്നത് അവളല്ലേ. അതിൻ്റെ ഒരു നന്ദിയും സ്നേഹമെങ്കിലും ഈ സംസാരത്തിലെങ്കിലും നിനക്ക് കാണിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതേസമയം ഹോസ്പിറ്റലിലാണെങ്കിൽ അലീനയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഡോക്ടർ വളരെ വിജയകരമായിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ബ്ലഡ് വേണം, ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്, അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളെ കണ്ടുപിടിക്കണം, ഇവിടെ സ്റ്റോക്കില്ല എന്ന് പറയണം ഡോക്ടർ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇവളുടേതുമായിട്ട് സെയിം ആണല്ലോ, മാച്ച് ആയിരിക്കും, നമുക്ക് വൈജയെ വിളിക്കാം എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി വരുമോ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം, മനു നീ ഇവിടെ നിൽക്ക്, ഞാൻ ഏതായാലും വീട്ടിൽ പോയിട്ട് വൈജയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയമില്ല, അവരൊക്കെ ഭയക്കും, രോഹിത്തിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ മനുവിനെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് പോവുക ബാലചന്ദ്രൻ വൈജയെ വിളിക്കാനായിട്ട്. അതേസമയം നമ്മുടെ രോഹിത്തും ഹരിയും ആണെങ്കിൽ ആകെ ടെൻസഡാണ്. അവർ എന്ത് ചെയ്യും എന്നറിയാതെ ആകെ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണേ എന്നൊന്നും അറിയില്ലല്ലോ. ഹരിയാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഇരിക്കാൻ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഇരിക്കപ്പൊറുതിയില്ല എന്നൊക്കെ പറയില്ല, അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇറങ്ങുന്നത്. കാരണം രോഹിത്തിൻ്റെ കൂടെ പോയ സമയത്ത് ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. അതിലൊക്കെ ഇച്ചിരി ബ്ലഡിൻ്റെ സ്റ്റെയിനും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി അഥവാ വല്ല അന്വേഷണം വരികയാണെങ്കിൽ, അഥവാ ഇനി എന്തെങ്കിലും അന്വേഷണമൊക്കെ പോലീസൊക്കെ അന്വേഷണം വരുമ്പോൾ സ്മെല്ലും ഒന്നും കിട്ടാതിരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായി ഒരുപാട് സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് ഹരി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ രോഹിത്തിനെ കാണാൻ വേണം, രോഹിത്ത് കോളേജിലേക്കല്ലേ പോയേക്കുന്നത്.
അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം അതിന് മുന്നേ തന്നെ കമല മനുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു കമലയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഹരി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അമ്മയെ കാര്യമെന്ന് ഹരി കമലയോട് ചോദിക്കുന്നുണ്ട്. ആ പെണ്ണിനെ ആരാണ്ടോ കുത്തിയത് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അതാണ് മനു പെട്ടെന്ന് തന്നെ പോയത്. ആരാണാവോ ഇങ്ങനെയൊക്കെ വന്ന് കയറി ചെയ്തത് എന്നൊക്കെ കമല പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഹരി. അവൾക്ക് വലിയ കുഴപ്പമില്ല, ഇച്ചിരി ബ്ലഡ് പോയിട്ടുണ്ട്, മുറിവ് ഇത്തിരി ആഴത്തിലുള്ളതാണ്, അതൊരു ഓപ്പറേഷനിലൂടെ ശരിയാക്കാവുന്നതേ ഉള്ളൂ, സ്റ്റിച്ച് ഇട്ടാൽ മാറും, പക്ഷേ റെസ്റ്റ് എടുക്കേണ്ടി വരും, പിന്നെ അത് മാത്രമല്ല ബ്ലഡ് വേണ്ടി വരും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ കമല. അപ്പോൾ ഹരിക്ക് അത് കേട്ടതോട് കൂടിയിട്ട് ഹരിക്കാകെ ടെൻഷൻ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരി പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. രോഹിത്തിനെ വിളിച്ചിട്ട് എടാ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദേ കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറയാണ് രോഹിത്ത്. ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കണം, എനിക്ക് വീട്ടിലേക്ക് പോകാനാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട്, എന്താ ഇനിയിപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ ഏതായാലും വീട്ടിലേക്ക് തന്നെ പോ, എന്താണെങ്കിലും നമുക്ക് ഫേസ് ചെയ്യാം എന്നൊക്കെ പറയണം. അപ്പോൾ എടാ അവൾക്ക് എങ്ങനെയുണ്ട്, അങ്ങനെ എന്തെങ്കിലും ന്യൂസ് അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് രോഹിത്ത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, മിക്കവാറും അവൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ എടാ ഇനി എങ്ങാനും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവൾ നമ്മുടെ പേരെങ്ങാനും പറയോ, നമ്മൾ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയതാണെന്നെങ്ങാനും പറയോ എന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോൾ അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും കഥ തീർന്നു, നമ്മളിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഹരി കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു, ഒന്നും വേണ്ടായിരുന്നു, ഇതിനൊന്നും നിൽക്കണ്ടായിരുന്നു, അവൾ അവളുടെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു, നീയല്ലേ പറഞ്ഞത് അവൾ നിൻ്റെ വഴിക്ക് വന്നതാണെന്ന്, എന്ന് നീ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത് എന്ന് രോഹിത് ഹരിയെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പം നീ എന്നെ എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് ഇനിയിപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തി കാല് മാറാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹരി. ദയവ് ചെയ്ത് മര്യാദക്ക് നിന്നോളണം, അല്ലെങ്കിൽ നിൻ്റെ നാവിൽ നിന്നെങ്ങാനും എന്തെങ്കിലും ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കയറി തൂങ്ങും, അതുകൊണ്ട് ആരോടും ഒന്നും പറയാനൊന്നും നിൽക്കണ്ട എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഹരി രോഹിത്തിനെ. രോഹിത്തിനും അറിയാം, അഥവാ പറഞ്ഞ് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും, ഹരി മാത്രമല്ല രോഹിത്തും പെട്ടുപോകുമെന്ന് അറിയാം, അതുകൊണ്ട് എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കാം, തൽക്കാലം നമുക്ക് ഒന്നും അറിയാത്തതായിട്ട് ഭാവിക്കാം എന്ന് പറയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ വീട്ടിലേക്ക് തന്നെ പോയി നോക്കാം അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ വീട്ടിലേക്ക് തന്നെ ചെല്ല് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹിത് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അതേസമയം വീട്ടിൽ ബാലചന്ദ്രൻ വൈജയന്തിയെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസിൽ ഹോസ്പിറ്റലുകാർ ഇങ്ങനെ ഒരു കുത്തുകേസ് ആയതുകൊണ്ട് തന്നെ പോലീസിൽ ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അതുകൊണ്ട് വീടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പോലീസിന് വന്ന് എൻക്വയറി എടുക്കാനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മക്കൾ വരുമ്പോഴും കാണുന്നത് ഇതാട്ടോ. ഇത് കണ്ടതും കൃഷ്ണ ആകെ പേടിച്ചു പോകണം, അമ്മ എന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. ബബിതയും ചോദിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയത്തില്ല, അവളെ ആരോ വീട്ടിൽ കയറി കുത്തി എന്നാണ് അച്ഛൻ പറഞ്ഞത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവർക്കൊക്കെ സംശയം എന്താ ഏതാണെന്നൊന്നും അറിയാത്തത് കൊണ്ടേ. അപ്പോൾ വൈജ പറയുന്നുണ്ട് എനിക്കും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, അച്ഛൻ വന്നാലേ അറിയത്തുള്ളൂ, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെയാണ് രോഹിത്തും വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ രോഹിത്ത് ആകെ പേടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ രോഹിത്ത് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ റിങ്കു അവിടെ ഇരുന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് രോഹിത്ത് ആകെ പേടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ രോഹിത് നീ കോളേജ് വിട്ടിട്ട് ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര വെപ്രാളത്തോട് കൂടിയിട്ടാണ് അകത്തേക്ക് കയറി പോകാൻ നിൽക്കുന്നത്. അതേസമയം ആ സമയത്താണ് വൈജ രോഹിതിൻ്റെ കവിളിൽ മുറിവ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ മുറിവ് കാണുമ്പോൾ ഇതെന്ത് പറ്റി രോഹി, ഇതെന്താ നിൻ്റെ മുഖത്ത് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അത് ഞാനൊന്ന് ജസ്റ്റ് ക്ലാസ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ഒന്ന് സ്കിപ്പായി, അപ്പോൾ അവിടെയുള്ള ഒരു ഗ്രില്ലിൽ കൊണ്ടതാണ്, അങ്ങനെ കമ്പി പോറിയത് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പ് കേട്ടോ. എന്നാലും വലിയ ചോരയൊക്കെ വന്നിട്ടുണ്ടല്ലോ, നന്നായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ടല്ലോ, നീ ഹോസ്പിറ്റലിൽ പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല ഹോസ്പിറ്റലൊന്നും പോലെ, അത് മുറിവ് ആ ഓയിൽമെൻറ്റ് പുരട്ടി കഴിഞ്ഞാൽ അത് മാറും, അത്രയേ ഉള്ളൂ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അമ്മ ഒന്ന് വിട്ട് ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ എന്ന് പറയും. എന്നാലും രോഹി നിൽക്കട അവിടെ പറഞ്ഞിട്ട് പോകണം, നീ ഒന്ന് പറഞ്ഞിട്ട് പോടാ എന്ന് വൈജയന്തി പറയുമ്പോഴും ഞാൻ ഞങ്ങളുടെ അകത്തേക്ക് കയറട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് അകത്തേക്ക് കയറട്ടോ. രോഹിത്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് അവളുടെ ഷോളും ബ്ലഡൊക്കെ കൂടി കണ്ടിങ്ങനെ ഷോക്കാണ്. അപ്പോൾ എന്നിട്ട് രോഹിത്തിനൊന്നും ചോദിക്കാനും പറയാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക കേട്ടോ. ആ സമയത്ത് വൈജയന്തിനെ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അലീനയെ വീട്ടിൽ കയറി ആരോ കുത്തി, അലീന ഇവിടെ ബ്ലഡൊക്കെ പോയി ബോധം കെട്ട് കിടക്കുകയായിരുന്നു, ഡോക്ടർ ശർമ്മ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയണം. അപ്പോൾ അത് കേട്ടിട്ട് ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട്
പറഞ്ഞുകൊണ്ട് രോഹിത് പെട്ടെന്ന് മുകളിലേക്ക് കയറി പോകട്ടെ. രോഹിത് പോകുന്ന വഴി താഴേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനും രോഹിത്തുമായിട്ട് അന്നത്തെ ഒരു ഇഷ്യൂവിൽ ഭയങ്കര ഉടക്കായതുകൊണ്ട് ബാലചന്ദ്രനോട് വല്ലാണ്ട് സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്താണ് അവളുടെ അവസ്ഥ, എന്താണ് ഇപ്പോൾ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇച്ചിരി സീരിയസ് ആണ്, അതായത് ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്, അത്യാവശ്യം ബ്ലഡ് വേണം, നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ് അവളുടെയും, അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്, അവൾക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അവൾക്ക് ബ്ലഡ് കൊടുക്കാനോ, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, അവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്, അല്ലെങ്കിൽ അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുമോ, വൈജയന്തി ഒന്ന് പെട്ടെന്ന് വാ എന്ന് പറയാണ് ബാലചന്ദ്രൻ. എൻ്റെ ബ്ലഡ് അവൾക്ക് കൊടുക്കുന്നത് വേറെ ആരെങ്കിലും സംഘടിപ്പിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം അതിനൊന്നുമുള്ള സമയമില്ല, ഇപ്പം നിൻ്റെ അടുത്ത് നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അവളുടേത് സെയിം ആണല്ലോ, അപ്പം നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം, എന്നിട്ട് ബ്ലഡ് കൊടുക്കാം എന്ന് പറയുമ്പോൾ വൈജ സമ്മതിക്കുന്നില്ല. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മയുടെയും അലീന ചേച്ചിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രനോട്. അതെ, സെയിം ആണ്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയട്ടെ ബാലചന്ദ്രൻ. അമ്മയുടെ മക്കളായ ഞങ്ങളുടേത് പോലും അമ്മയുമായിട്ട് സാമ്യമില്ല, സെയിം അല്ല, ഞങ്ങളുടേതൊക്കെ വേറെ വേറെയാണ്, എൻ്റെതും അച്ഛൻ്റെതും സെയിമാണ്, ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ രോഹിയേട്ടൻ്റെയും ഒക്കെ വേറെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ചേച്ചിയുടെ അമ്മയുടെ അപ്പോൾ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലേ എന്ന് കൃഷ്ണ പറയട്ടോ. അമ്മ ഒന്ന് പെട്ടെന്ന് ചെല്ല്, അലീന ചേച്ചിക്ക് ബ്ലഡ് കൊടുത്ത് ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയും പറയട്ടോ. എനിക്ക് പറ്റത്തില്ല, എൻ്റെ എനിക്കിപ്പോൾ ബ്ലഡ് കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ മടി ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ വൈജ ഈ സമയത്തല്ല നിൻ്റെ വാശിയും ദേഷ്യവും വെറുപ്പൊന്നും കാണിക്കേണ്ടത്, ഒരു ജീവൻ രക്ഷിക്കാനാണ്, അത് ഏതൊരു മനുഷ്യൻ്റെയും കടമയാണ്, നീ പെട്ടെന്നൊന്ന് വന്നേ എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ട് പോവുകയാണ് വൈജയെ. അതേസമയം മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മോളെ കൃഷ്ണേ, ആരാ അവിടെ ഉള്ളത്, എന്തായി ആ കൊച്ചിൻ്റെ കാര്യം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കൃഷ്ണ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ബ്ലഡ് വേണമെന്ന് പറഞ്ഞു, അമ്മയും കൂട്ടിയിട്ട് പോയിട്ടുണ്ട്, അമ്മയുടെയും അലീന ചേച്ചിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണ്, അതുകൊണ്ട് അച്ഛൻ വന്നു അമ്മയെ കൂട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ കൃഷ്ണ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അതേസമയം ഹോസ്പിറ്റലിലാണല്ലോ മനു. അപ്പം മനുവിൻ്റെ അടുത്ത് ഡോക്ടർ ശർമ്മ വന്നിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ മേനോൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അങ്കിള് ആൻറ്റിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആണ്, ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണ്, എത്രയും പെട്ടെന്ന് വേണം, വേഗം വരാൻ പറയൂ, ഞങ്ങൾക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്, ബ്ലഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ വിളിക്കാം, ഡോക്ടർ വിളിക്കാം, പെട്ടെന്ന് വരാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അങ്കിൾ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനു. പെട്ടെന്ന് വാ അങ്കിള്, ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് വരാൻ, ബ്ലഡ് കിട്ടിയിട്ട് വേണം ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഒട്ടും താല്പര്യമില്ലാതെ കേട്ടോ വൈജയന്തി വരുന്നത്. അതേസമയം അലീനയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടി. അപ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അലീനെ കിട്ടണമല്ലോ, ഒന്ന് കോളിൽ കിട്ടണം. അപ്പോൾ എന്താ ഇപ്പോൾ വഴി നോർത്തിട്ട് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ മനുവിൻ്റെ നമ്പർ അന്ന് അങ്കിളുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഗ്രേസമ്മയുടെ ഫോണിൽ നിന്ന് മനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അലീനയുടെ ഫോണിൽ നിന്ന് വിളിക്കാതെ. അപ്പോൾ അതേമാതിരി ആ ഗ്രേസമ്മയുടെ ഫോൺ എടുത്തിട്ട് മനുവിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. മനുവേട്ട എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മനുവേട്ട എറണാകുളത്താണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ പാലയിലുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ മനുവേട്ട അലീന ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചായിരുന്നു, ആ സമയത്ത് ഫോൺ എടുത്തായിരുന്നു, പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്താ പറ്റിയത്, മനുവേട്ടന് വിളിച്ചിട്ട് കിട്ടിയായിരുന്നു, മനുവേട്ടൻ അവിടെ എങ്ങാനും പോയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ആകെ ടെൻഷനായിട്ട് നിൽക്കുക കേട്ടോ മനു. അപ്പോൾ രേവതിക്കുട്ടി അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തപ്പിത്തടയുന്നുണ്ടെങ്കിൽ എന്താ മനുവേട്ട, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അലീന ചേച്ചി എവിടെയാണ്, എനിക്ക് അലീന ചേച്ചിയെ കിട്ടാഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ, കുറച്ച് നേരത്തെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്, അപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ ഫോണിന് എന്ത് പറ്റി, ചേച്ചിയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോയി എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ മനു പറയുന്നുണ്ട്, അത് രേവതിക്കുട്ടി ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ, താൻ ടെൻഷനാവുമൊന്നും വേണ്ട, വിഷമിക്കേണ്ട എന്ന് പറയട്ടോ. എന്താ മനുവേട്ട, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അലീനയ്ക്ക് ചെറുതായിട്ടൊരു അപകടം പറ്റി, അടുത്ത വീട്ടിലെ റിങ്കുവാണ് വന്ന് രക്ഷിച്ചത്, ആ ഡോക്ടർ ശർമ്മ വന്ന് രക്ഷിച്ചു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേക്കാണ്, അയ്യോ മനുവേട്ട എന്താ പറ്റിയത് ചേച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയാട്ടോ രേവതിക്കുട്ടി. അപ്പം നീ കരയാതെ, വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ, അതിപ്പോൾ സർജറി ചെയ്യും, പിന്നെ ആൻറ്റിയുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയതുകൊണ്ട് അങ്കിൾ ആൻറ്റിയെ വിളിക്കാൻ പോയിട്ടുണ്ട്, ആൻറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ബ്ലഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സർജറി സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ചേച്ചി ഇപ്പം തന്നെ കാണണം, എനിക്ക് ആകെ പേടിയാവുന്നു, എനിക്കൊരു സമാധാനമില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ ഞാൻ വിളിക്കാം മോളെ, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, എന്തായാലും സർജറി കഴിയട്ടെ, അപ്പം ഞാൻ വിളിക്കാം എന്ന് പറയുന്നു രേവതിക്കുട്ടിയോട് മനു അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പക്ഷേ ഒരു സമാധാനം ഇല്ലാതെ രേവതിക്കുട്ടി ഫോൺ വിളിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് രേവതിക്കുട്ടി മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ട ഞാൻ കുറച്ച് മുന്നേ വിളിച്ചതായിരുന്നു ചേച്ചി, അപ്പോഴൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, ചേച്ചി എന്നോട് സംസാരിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ വിളിച്ചിരുന്നോ, നീ സംസാരിച്ചിരുന്നോ? അതേ മനുവേട്ട ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു രോഹിത്ത് വന്നു, രോഹിത്തിന് ഞാൻ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ചേച്ചി എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ഇങ്ങനെ കരയാട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, രോഹിത്ത് വന്നു എന്നോ? രോഹിത്ത് കോളേജിലേക്ക് പോയതാണല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടല്ലോ. ആ കോളേജിലേക്ക് പോയതാണ്, എന്നിട്ട് സ്ട്രൈക്കാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വന്നു എന്ന് പറയുകയാണ് രേവതിക്കുട്ടി. നീ സത്യമാണോ പറയണതെന്ന് ചോദിക്കുമ്പോൾ, അതേ മനുവേട്ട ഞാൻ എന്നോട് ചേച്ചി പറഞ്ഞതാണ് രോഹിത്തിന് വേണ്ടി ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, അത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് റൂമിലേക്ക് എന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. അത് കേട്ടപ്പോൾ മനുവിന് ആകെ സംശയമാവുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടിയോട്, ശരിക്കും നിന്നോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതേ മനുവേട്ട ഞാൻ സംസാരിച്ചതാണ് ചേച്ചിയോട് എന്ന് പറയണം. ശരി ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്താണെങ്കിലും ഞാൻ വിളിക്കാം എന്ന് പറയുമ്പോൾ മനുവേട്ട ഏത് ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനുവേട്ട വിളിക്കണം കേട്ടോ, എന്നെ വിളിക്കണേ, എന്നെ എന്താണെങ്കിലും എന്നോട് വിളിച്ച് പറയണേ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഫോൺ വെക്കാനേ കരഞ്ഞോണ്ടാട്ടോ വെക്കുന്നത്. ആ സമയത്ത് ഗ്രേസമ്മയും മാംചായനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങൾ പറയാണ്. എന്നിട്ട് എന്താണിപ്പോൾ അവളുടെ അവസ്ഥ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ, ചേച്ചിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ആൻറ്റി, എനിക്ക് ചേച്ചിയെ കാണണം, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആവില്ലേ മോളെ എത്താൻ എന്നൊക്കെ ചോദിക്കുകയാണ്. സാരമില്ല അങ്കിള്, എനിക്കിപ്പോൾ തന്നെ പോകണം, എനിക്ക് ചേച്ചിയെ കാണണം, ചേച്ചിക്ക് ഞാനും എനിക്ക് ചേച്ചിയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയാട്ടോ രേവതിക്കുട്ടി. അങ്ങനെ ശരി ഒന്നാ വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് അവർ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ നമ്മുടെ വൈജയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഡോക്ടറെ വിളിച്ചിട്ട് ഡോണർ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുക. അങ്ങനെ വൈജയന്തിയെ അവർ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ബ്ലഡ് എടുക്കാനായിട്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ രേവതിക്കുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, രേവതിക്കുട്ടി എന്നെ വിളിച്ചതാണ്, ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട്. രേവതിക്കുട്ടി നിന്നെ വിളിച്ചു തന്നു, അപ്പോൾ നിൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ, മുൻപൊരിക്കൽ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ അലീനയുടെ കയ്യിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പരിചയപ്പെടാനാണെന്നും പറഞ്ഞിട്ട് എന്ന് പറയണം ബാലചന്ദ്രൻ. രേവതിക്കുട്ടി വിളിച്ചിട്ട് എന്താ പറഞ്ഞേ, അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചത്, കുറച്ച് മുന്നേ അലീനയോട് രേവതിക്കുട്ടി സംസാരിച്ചിരുന്നു എന്നാണ് രേവതിക്കുട്ടി പറയുന്നത് എന്ന് പറഞ്ഞു കേട്ടോ ബാലചന്ദ്രനോട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് വീട്ടിൽ ആരെങ്കിലും വന്നിരുന്നോ, അങ്ങനെ എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ, അതാണ് അങ്കിളെ ഒരു പ്രശ്നമുള്ളത്, ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് അങ്കിളും ആൻറ്റിയും ഒക്കെ പോയതിന് ശേഷമാണ് രോഹിത്ത് വീട്ടിൽ നിന്ന് പോയത്, അങ്കിൾ പോകുന്ന ആ സമയത്താണല്ലോ രോഹിത്ത് പോയത്. അതെ ഞാൻ പോകുന്ന ആ സമയത്താണ് പോയത്. പക്ഷേ രോഹിത്ത് പോകുമ്പോൾ തന്നെ അവൻ എന്തോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ എനിക്ക് തോന്നിയായിരുന്നു, എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി, പിന്നെ പുറത്താണെങ്കിൽ നിന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ആവണില്ല എന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായി, പിന്നെ ഗേറ്റിനടുത്തേക്ക് ചെന്നിട്ട് അവൻ അവിടെ നിന്ന് മിററിലൂടെ എന്നെ നോക്കുന്നുണ്ടായി, എന്തോ സംതിങ് റോങ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞതും കൂടി വെച്ച് നോക്കുമ്പോൾ, രേവതിക്കുട്ടി എന്ത് പറഞ്ഞു എന്നാണ് നീ പറയുന്നത് മനു എന്ന് ചോദിക്കുക കേട്ടോ. രേവതിക്കുട്ടി പറഞ്ഞു, രേവതിക്കുട്ടി അലീനയെ വിളിച്ചിരുന്ന സമയത്ത് അലീന പറഞ്ഞു എന്ന്, രോഹിത്ത് ക്ലാസ് ഇല്ലാതെ വന്നിട്ടുണ്ട്, അപ്പോൾ രോഹിത്ത് ലൈം ജ്യൂസ് ചോദിച്ചു, ആ ലൈം ജ്യൂസ് കൊണ്ട് രോഹിത്തിൻ്റെ റൂമിലേക്ക് പോവുകയാണെന്ന് രേവതിക്കുട്ടിയോട് പറഞ്ഞു. പോയി വന്നതിന് ശേഷം വിളിക്കണേ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ, പോയി വന്നിട്ട് ഞാൻ വിളിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അലീന പോയതാണെന്ന് പറയട്ടോ. ശരിയാണോ, സത്യമാണോ നീ പറയുന്നത് മനു എന്ന് ചോദിക്കുമ്പോൾ, അതെ സത്യമാണ്, രേവതിക്കുട്ടി എന്നോട് അങ്ങനെ പറഞ്ഞു, അവൾ അലീനയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ രോഹിത് ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ആകെ തകർന്ന് പോവാട്ടോ. ഇനി രോഹിത് എങ്ങാനും എന്നിങ്ങനെ പറയട്ടോ മനു. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, എന്താ ഏതാണെന്നൊന്നും അറിയാതെ നമ്മളൊന്നും പറയേണ്ട, എന്താ രോഹിത് വീട്ടിൽ വന്നപ്പോൾ അവന് ആകെ ഒരു കള്ളത്തരം ഉണ്ട്, എന്തോ ഒരു കള്ളത്തരം അവനുണ്ട് എന്ന് ബാലചന്ദ്രൻ ആ സമയത്ത് പറയണേ. എന്താ അങ്കിള് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അവൻ്റെ മുഖത്തൊക്കെ മുറിവുണ്ട്, അവൻ എവിടെയോ കമ്പിയിലെങ്ങാനും കൊണ്ട് ഇങ്ങനെ പോറൽ വന്നതാണെന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറയും. എന്തായാലും രോഹിത്തിനോടൊന്ന് സംസാരിക്കണം എന്ന് മനു പറയട്ടെ, എന്തായാലും ഇവിടുത്തെ സർജറിയൊക്കെ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് സമയമുണ്ടല്ലോ, പിന്നെ അലീനയ്ക്ക് ബോധം വരികയാണെങ്കിൽ അലീന എന്താ പറയണതെന്ന് അറിയാലോ, ഇനി നമ്മളിപ്പോൾ ചിലപ്പോൾ രോഹിത്തിനെ സംശയിച്ചത് വെറുതെ ആണെങ്കിലോ എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. എന്താണെങ്കിലും അലീനയുടെ സർജറി കഴിയട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയ്ക്ക് രക്തം കൊടുക്കാനായിട്ട് അകത്തേക്ക് കയറിയേക്കാണല്ലോ വൈജയന്തി. അപ്പോൾ അകത്തേക്ക് കയറിയ സമയത്ത് വൈജയന്തി ഇങ്ങനെ അലീനയെ കാണുന്നുണ്ട് കേട്ടോ. അലീന ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കാണണം. പ്രത്യേകിച്ച് വലിയ ഭാവമാറ്റമൊന്നും വൈജയന്തിക്കില്ല, അത്ര താല്പര്യമില്ലാതല്ലേ വന്നത്, പിന്നീട് ബ്ലഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ടതാട്ടോ. കുറേയൊക്കെ ഇമാജിനേഷനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു കണക്ട് ചെയ്തിട്ട് പറഞ്ഞതാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്കമിങ് എപ്പിസോഡായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ടാകുമെന്ന് എനിക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്നാലും കുറേയൊക്കെ നമ്മളൊരു കണക്ഷൻ വെച്ചിട്ട് പറയുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം അറിയാലോ ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റോറി പറഞ്ഞിട്ടത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടില്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് പറയാം കേട്ടോ. എന്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ പറഞ്ഞോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഒരു ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലൊരു അപ്കമിങ് എപ്പിസോഡായിട്ട് വരാം. ഇനി രേവതിക്കുട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നതും അതുപോലെ നമ്മുടെ മനു ഇവനെ ചോദ്യം ചെയ്യുന്നതും നമ്മുടെ രോഹിത്തിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. എന്താണെങ്കിലും അലീന ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം പറയാൻ പോകുന്നില്ല. രോഹിത്തും ഹരിയും കൂടിയാണ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത്. കാരണം ഹരിയെ കുഴപ്പത്തിൽ ചാടിക്കണം എന്നുണ്ടാവും, ഹരിയെ പറ്റി പറയണമെന്നുണ്ടാവും. പക്ഷേ ഹരിയെപ്പറ്റി പറയുമ്പോൾ രോഹിത്ത് കൂടി പെട്ടുപോകുമല്ലോ എന്നുള്ളത് കൊണ്ട് അലീന പറയുന്നില്ല കേട്ടോ. അലീന പറയാൻ സാധ്യതയില്ല. മനു ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത് മിക്കവാറും രേവതിക്കുട്ടിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടിട്ടുള്ളത്. എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.